മഹാശിവരാത്രിയാണ്. വന്ദേമാതര ഗാനാലാപത്തോടെ ആരംഭിക്കാൻ വിചാരിക്കും. വന്ദേ മാതരം വന്ദേ മാതരം സുഫലാം സുജലാം മലയജ ശീതളാം മാതരം വന്ദേ മാതരം. ഇത്രയൊക്കെ വന്ദേ മാതരം എനിക്ക് പോലും അറിയാം. ഇന്ത്യയുടെ ദേശീയ ഗാനമല്ല, ദേശീയ ഗീതമാണ് വന്ദേ മാതരം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ദേശീയ ഗാനമായിട്ട് വന്ദേ മാതരം വേണോ, അതല്ല ജനഗണമന വേണോ, അത് വേറെ ഏതെങ്കിലും ഗാനം വേണോ എന്നുള്ളതിനെ കുറിച്ച് വലിയ ചർച്ചകളും തർക്കങ്ങളും ഒക്കെ ഉണ്ട്. വന്ദേ മാതരത്തെ അനുകൂലിച്ച ഒരു വലിയ വിഭാഗം നേതാക്കന്മാരുണ്ട്. അത് വേണ്ട, അത് പാടില്ല എന്ന് ശടിച്ച ഒരു ന്യൂനപക്ഷമുണ്ട്. അത് ശടിച്ചത് പ്രധാനമായിട്ടും മുസ്ലിം സമുദായത്തിൽപ്പെട്ട നേതാക്കന്മാരായിരുന്നു. കാരണം ഇതിൻ്റെ നമ്മൾ കേട്ടിട്ടുള്ള ആ സ്റ്റാൻസ് അല്ല, അതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ മൂന്നാമത്തെ നാലാമത്തെ അഞ്ചാമത്തെയൊക്കെ ഖണ്ഡങ്ങൾ യഥാർത്ഥത്തിൽ ഹിന്ദു ദേവതകളെ സ്തുതിച്ചുകൊണ്ടുള്ള ഒന്നാണ് എന്നാണ് ആരോപിക്കുന്നത്. ഞാൻ ആ ഭാഗമൊന്നും കേട്ടിട്ടില്ല, എനിക്കതിനെപ്പറ്റി അറിയാൻ വയ്യ. ഏതായാലും മുസ്ലിങ്ങൾക്ക് രുചികരമല്ലാത്ത, അരുചികരമായ, അവർക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു ഭാഗങ്ങളാണ് പിന്നീട് വരുന്നത്. അതിനെ ദേശീയ ഗീതത്തിൽ ഉൾപ്പെടുത്തിയില്ല. ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായിട്ട് തിരഞ്ഞെടുത്തു. ഇത് നമ്മൾ കേട്ടിട്ടുള്ള ദേശീയ ഗീതം അഥവാ വന്ദേ മാതരം അങ്ങനെ ആക്ഷേപകരമായിട്ട് എന്തെങ്കിലും ഉള്ള ഒന്നല്ല. സുജലാം സുഫലാം മലയജ ശീതളാം എന്ന് പറയുന്നതിൽ യാതൊരു വിധത്തിലുള്ള റിലീജിയസ് സെൻറ്റിമെൻറ്റും ഇല്ല. ശുഭ്ര ജ്യോത്സ്ന പുളകിത യാമിനി പുല്ല കുസുമിത ദ്രുമദല ശോഭിനി എന്ന് പറയുന്നതിലും ഇല്ല. ഏതായാലും നമ്മുടെ രാഷ്ട്രവും ഭരണഘടനയും ഒക്കെ അംഗീകരിച്ച ദേശീയ ഗാനം എന്ന് പറയുന്നത് ജനഗണമനയാണ്. ആ ജനഗണമനയുടെ തന്നെ 5 ഭാഗങ്ങളിലും ആദ്യത്തെ ഭാഗമാണ് നമ്മൾ പാടുന്നു, ബാക്കി 4 ഭാഗങ്ങൾ ഇവിടെ ആലപിക്കുന്നില്ല. നമ്മളിപ്പോൾ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ അവരുടെ ബുദ്ധിയും വിവേകവും ഉപയോഗിച്ച് ഈ ദേശീയ ഗീതത്തിൻ്റെ ആലാപനം സർക്കാർ ചടങ്ങുകളിൽ നിർബന്ധിതമാക്കിയിരിക്കും. സർക്കാരുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചടങ്ങുകളിലൊക്കെ ഈ വന്ദേ മാതരം ആലപിക്കും. വന്ദേ മാതരത്തിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ വരികൾ മാത്രം ആലപിച്ചാൽ പോരാ, അതിൻ്റെ മുഴുവൻ ഭാഗങ്ങളും ആലപിക്കും എന്ന് നിർബന്ധമാക്കിക്കൊണ്ട് ഓർഡർ പാസ്സാക്കിയിരിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വന്ദേ മാതരം ആളുകളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല, ആളുകളുടെ മേൽ നിർബന്ധിതമാക്കുന്നത് എന്ന് തീർച്ചയായിട്ടും ആലോചിക്കാവുന്നൊരു വിഷയമാണ്. കാരണം എന്ന് വെച്ചാൽ വന്ദേ മാതരം നമുക്ക് നേരത്തെ അറിയാം, അത് ദേശീയ ഗീതമാണ്. ചില ചടങ്ങുകളിലൊക്കെ അത് ആലപിക്കാറുണ്ട്. ഇനി ഇത് ആലപിക്കണം എന്ന് ആർക്കെങ്കിലും നിർബന്ധമുണ്ടെങ്കിൽ ഔദ്യോഗിക ചടങ്ങുകളിൽ അത് തുടങ്ങുന്ന സമയത്തോ അവസാനിക്കുന്ന സമയത്തോ ആദ്യത്തെ 2 സ്റ്റാൻസ ആലപിച്ചാൽ മതി. അതിന് പകരം ഇത് മുഴുവനായിട്ട് ആലോചിക്കണം. 3 മണിക്കൂർ അല്ല 3 മിനിറ്റ് 10 സെക്കൻഡും ഇതിനു വേണ്ടി ചെലവഴിക്കണം എന്നൊക്കെ പറയുന്നതിൻ്റെ പുറകിലുള്ള അജണ്ട വേറെ പലതുമാണ്, യാതൊരു സംശയവും വേണ്ട. കാരണം BJPയുടെ അജണ്ടയിലുള്ള പല വിഷയങ്ങളും അവർ ഇതിനകത്ത് നടപ്പായി കഴിഞ്ഞു. ഒന്നാമത് രാമക്ഷേത്രമായിരുന്നു, അത് പാസ്സായി. സുപ്രീം കോടതി വിധി അനുകൂലമായി ക്ഷേത്രം പണിഞ്ഞു, അതിൻ്റെ പ്രാണപ്രതിഷ്ഠ നടത്തി. അവിടെ ദർശനവും പുഷ്പാഞ്ജലിയും ഒക്കെ ജില്ലായിട്ട് നടക്കും. അതൊന്ന്. രണ്ടാമത് കാശ്മീരിൻ്റെ പ്രത്യേക പദവിയായിരുന്നു, അത് എടുത്തു കളഞ്ഞു. കാശ്മീരിൻ്റെ സംസ്ഥാന പദവി തന്നെ ഇല്ലണ്ടായി. മൂന്നാമത്തതെന്ന് പറയുന്നത് ഏക സിവിൽ കോഡാണ്, അത് അടുത്ത ഘട്ടത്തിൽ നടപ്പാക്കാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുക. പിന്നെ ചെറിയ ചെറിയ ഐറ്റംസ് ഉണ്ടായിരുന്നു, അതിൽപ്പെട്ട ഒന്നാണ് മുത്തലാഖ് നിരോധനം. സുപ്രീം കോടതിയുടെ സഹായത്തോടെ അതും ഈ പറഞ്ഞ രീതിയിലാക്കി. പിന്നെ വോട്ടർ പട്ടിക പരിഷ്കാരമാണ്, അത് നടന്നുകൊണ്ടിരിക്കും. അതിനു പുറമെയാണ് ഈ സവർണ സംവരണം, മുന്നോക്ക സമുദായത്തിൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്ക് 10% സംവരണം ഏർപ്പെടുത്തും, അതും കഴിഞ്ഞു, പാസ്സായി, നടപ്പായി. ഇനി ബാക്കിയുള്ള ചില ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഹിന്ദി ഭാഷ രാജ്യത്തെ എമ്പാടും നിർബന്ധമാക്കുക എന്നുള്ളതാണ്. അത് അത്ര പെട്ടെന്ന് നടപ്പാക്കാൻ പറ്റുന്നൊരു കാര്യമല്ല, എങ്കിലും അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ ഊർജിതമായിട്ട് നടക്കുന്നുണ്ട്. അതിന് പുറമെയാണ് ഇപ്പോൾ വന്ദേ മാതരം കൊണ്ടുവന്നിട്ടുള്ളത്. സത്യത്തിൽ ഈ വരാൻ പോകുന്ന ബംഗാളിലെ തെരഞ്ഞെടുപ്പാണ് ഇതിൽ പ്രധാനപ്പെട്ട സംഭവം. ബംഗാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹൃദയത്തിലുള്ള ഒരു ഗാനമാണ് വന്ദേ ഭാരത്, അല്ല വന്ദേ മാതരം, വന്ദേ ഭാരതമല്ല, അത് വേറെ. വന്ദേ മാതരം എന്ന് പറയുന്നത് ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയതാണ്. ഇത് അവിടെ റിലീജിയസ് സെൻറ്റിമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഗതിയാണ്. അപ്പം ഈ ഗാനം ഇവിടെ നിർബന്ധിതമാക്കുന്നതിലൂടെ വരാൻ പോകുന്ന ബംഗാൾ തെരഞ്ഞെടുപ്പിൽ അവിടെ ഒരു
വികാരമുണ്ടാക്കുക, ഭാഷാപരമായിട്ടും സാമുദായികമായിട്ടുള്ള വികാരം ഉണ്ടാക്കുക, അതുവഴിക്ക് ബി ജെ പിക്ക് പൊളിറ്റിക്കൽ മൈലേജ് ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ മിനിമം ഉദ്ദേശം. മാക്സിമം ഉദ്ദേശം വേറെ പലതുമാണ്. ഈ രാജ്യത്ത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള ഈ സാമുദായികമായ ധ്രുവീകരണം കൂടുതൽ വർദ്ധിപ്പിക്കുക, അതുവഴിക്ക് വരും തെരഞ്ഞെടുപ്പുകളിലൊക്കെ ബി ജെ പിക്ക് കൂടുതൽ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഈ തീവ്ര ദേശീയതയാണ് ഇവരുടെ മുഖമുദ്ര. ഹിന്ദുത്വത്തിൽ അധിഷ്ഠിതമായ തീവ്ര ദേശീയത, ആ വികാരം ആളിക്കത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ബങ്കിം ചന്ദ്ര ചാറ്റർജിയോടുള്ള ബഹുമാനം കൊണ്ടോ അതുമല്ലെങ്കിൽ വന്ദേ മാതരത്തിൻ്റെ ആ കാവ്യ സുഷമയിൽ ലയിച്ചിട്ട് ഒന്നുമല്ല. അതൊക്കെയാണെങ്കിൽ എത്ര നന്നായിരുന്നു, അതൊക്കെ ആയിരുന്നെങ്കിൽ എത്രയോ നന്നാവുമായിരുന്നു. അതൊന്നും അല്ല ഇവരുടെ ഉദ്ദേശം. തീർച്ചയായിട്ടും ഇവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ്. മാത്രമല്ല, മറുഭാഗത്ത് കുമാരി മമതാ ബാനർജി മുസ്ലിം വോട്ട് ബാങ്ക് വിള്ളൽ വീഴാതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പഴയ പോലെയല്ല, ഇപ്പം അവിടെയും വിള്ളലുണ്ട്. മുസ്ലിങ്ങൾ ഇന്ത്യൻ സെക്കുലർ പാർട്ടി എന്ന് മറ്റു പറഞ്ഞൊരു സാധനം ഉണ്ടാക്കിയിട്ട്, ഇന്ത്യൻ സെക്കുലർ ഫണ്ട് എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടാക്കി അവിടെ ആളെ കൂട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ അസദുദ്ദീൻ ഒവൈസിയുടെ പാർട്ടി ബംഗാളിൽ യൂണിറ്റ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ കൈവിട്ടു പോകുന്ന മുസ്ലിം വോട്ടുകളെ കൂട്ടിപ്പിടിച്ച് തൻ്റെ ഭാഗത്ത് നിർത്താനാണ് മമതാ ബാനർജി ശ്രമിക്കുന്നത്. മമതാ ബാനർജിയുടെ കൂടെയുള്ള ഹിന്ദുക്കളെ കൂടി ഇപ്പുറത്തെ കൊണ്ടുവരാനാണ് ബി ജെ പി ശ്രമിക്കുന്നത്. അങ്ങനെ ബംഗാൾ ഒരു ഭ്രാന്താലയമാക്കി മാറ്റാനാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും കൊണ്ടുപിടിച്ച് ശ്രമിക്കുന്നത്. വിവേകാനന്ദ സ്വാമി ഇപ്പോഴാണ് ജീവിച്ചിരുന്നെങ്കിൽ പുള്ളി തീർച്ചയായിട്ടും പറഞ്ഞത് ബംഗാൾ ഒരു ഭ്രാന്താലയമാണ് എന്ന്. ഏതായാലും വിവേകാനന്ദ സ്വാമി ഇതൊന്നും കാണാതെ മരിച്ചു പോയത് അദ്ദേഹത്തിൻ്റെ ഭാഗ്യം, നമ്മുടെ ഭാഗ്യം.